ഇന്ന് ഫെബ്രുവരി 10 വാലന്റൈൻ ആഴ്ച പ്രമാണിച്ച് ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന സിനിമകളുടെ ഉൾപ്പെടെ 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദിത്യത് രവി മോഹനും നിത്യ മേനോനും പ്രധാന റോളുകളിലെത്തിയ കാതലിക്ക നേരമില്ലേ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ OTT റിലീസ് ചെയ്യുകയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് ഭാഷയ്ക്ക് പുറമെ കൂടുതൽ ഭാഷകളിൽ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. നേരത്തെ പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ സിനിമ തിയേറ്ററുകളിൽ ഒരു പരാജയമായിരുന്നു. അപ്പോൾ കാത്തിരിക്കാം കാതലിക്ക നേരമില്ലേ എന്ന സിനിമയുടെ OTT റിലീസിനായിട്ട്. രണ്ടാമത്തേത് സംക്രാന്തി വിന്നറായിട്ട് മാറിയ സംക്രാന്തിക്ക് വസ്തുനം എന്ന തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. വെങ്കടേഷ് നായകനെത്തിയ സിനിമയുടെ OTT റിലീസ് ഇപ്പോഴത്തെ ടെലിവിഷൻ പ്രീമിയറിന് ശേഷം മാത്രമായിരിക്കുമെന്നാണ് സി അറിയിച്ചിരിക്കുന്നത്. C5 OTT റിലീസ് ചെയ്യുന്നതിന് മുന്നേ സി തെലുഗു ചാനലിലെ സിനിമ ടെലിവിഷൻ പ്രീമിയറിനായിട്ട് ഒരുങ്ങുകയാണ്. മാർച്ച് മാസത്തോടെ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തേത് ഹെഡ് മാസ്റ്റർ എന്ന 2 വർഷം മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ബാബു ആന്റണി, ജഗദീഷ് തുടങ്ങിയവരെല്ലാം തന്നെ അഭിനയിച്ച മലയാളം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്തത് ഒരു ഹിന്ദി ഡയറക്റ്റ് OTT സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ക്രൈം ബീറ്റ് എന്നാണ് സീരീസിന്റെ പേര്. അടുത്തയാഴ്ച C5 ഫെബ്രുവരി 21-ാം തീയതി സീരീസ് OTT റിലീസ് ആകുന്നതാണ്. ആമസോൺ പ്രൈമിലൂടെ ഈ ആഴ്ച ഒരു വിദേശ സീരീസ് OTT റിലീസ് ആകുന്നു. അത് സ്വീറ്റ് ഹാർട്ട്സ് എന്ന സീരീസ് ആണ്. പ്രൈമിലൂടെ ഫെബ്രുവരി 13-ന് ഈ സീരീസ് OTT റിലീസ് ആകും. ഒരു ഡയറക്റ്റ് OTT ഹിന്ദി സിനിമ കൂടി വാലന്റൈൻ ദിനത്തിൽ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്നു. അത് യാമി ഗൗതം നായികവേഷത്തിലെത്തിയ ധൂം ധാം എന്ന സിനിമയാണ്. ഫെബ്രുവരി 14-ാം തീയതി സിനിമ ഹിന്ദി ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ആകുന്നതാണ്. വീഡിയോയിൽ അവസാനത്തെ അപ്ഡേറ്റ് മലയാളത്തിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട OTT റിലീസിനൊരുങ്ങുന്ന സിനിമ മാർക്കോയുടെ അപ്ഡേറ്റ് ആണ്. ഉണ്ണി മുകുന്ദൻ നായകനെത്തിയ മലയാളത്തിലെ വൻ വയലൻസ് നിറഞ്ഞ 100 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത മികച്ച വിജയം നേടിയെടുത്ത സിനിമ അങ്ങനെ ഈ ഫെബ്രുവരി 14-ാം തീയതി വാലന്റൈൻ ദിനത്തിൽ OTT റിലീസ് ആകുകയാണ്. ഹിന്ദി ഒഴികെയുള്ള മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ സോണി ലിവിലൂടെയാണ് മാർക്കോ OTT റിലീസ് ചെയ്യുക. സിനിമയുടെ OTT ട്രെയിലർ എല്ലാം തന്നെ വന്നിട്ടുണ്ട്. കാത്തിരിക്കാം മാർക്കോ OTT റിലീസിനായിട്ട്.